ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആം റിയാസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഹൗ ടു സെൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ്. എങ്ങനെ നമുക്കൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സ്റ്റോർ വഴി എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഈ ഒരു PDF ഫയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നത് നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് കോഴ്സ് സെല്ല് ചെയ്യുന്നതാണെങ്കിലും സ്വന്തമായിട്ട് വീഡിയോ കൊടുക്കുന്നതാണെങ്കിലും സ്വന്തമായിട്ട് ഇൻഫർമേഷൻ എന്തെങ്കിലും സെല്ല് ചെയ്യുന്നതാണെങ്കിലും എല്ലാവർക്കും അത് ഇ കൊമേഴ്സിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് വർക്ക് ആയാലും ഒരു ഇമേജ് ആയാലും എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഇ കൊമേഴ്സ് സ്റ്റോർ വഴി നമുക്കത് സെല്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ വഴി സെല്ല് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വാട്സപ്പിൽ അയച്ചു കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കാം, നമുക്ക് അയച്ചു കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല്ല് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഇ കൊമേഴ്സിൽ ചെയ്താലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളിത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാരൊന്ന് ബൈ ചെയ്തതിന് ശേഷം അവർക്ക് ലിങ്ക് പോകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ആ ഒരു ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അല്ലാതെ നമ്മൾ മാനുവലി ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവരിൽ നിന്ന് എമൗണ്ട് മേടിക്കണം, അതിൽ നിന്ന് അവരുടെ അടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫയൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ എമൗണ്ട് വന്നോ ഇല്ലയെന്ന് വെരിഫൈ ചെയ്യണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആവുന്ന സമയത്ത് എന്താണ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്, വളരെയധികം ടൈം സേവിംഗ് ആണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, ബാങ്കിൽ എമൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹോസ്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഹോസ്റ്റിംഗർ ആണ്. കാരണം എന്ന് പറയുന്നത് ബിഗിനറിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹോസ്റ്റിംഗർ എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈ യൂസ് ചെയ്യാറുണ്ട്. ഷോപ്പിഫൈയിൽ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി സെല്ല് ചെയ്തിട്ടിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എന്ത് ചെയ്യണം, നമ്മളത് അവർക്ക് സെല്ല് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആപ്പും കാര്യങ്ങളൊക്കെ കയറ്റി അതിനും എമൗണ്ട് കൊടുത്ത് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് നമുക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഹോസ്റ്റിംഗർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷോപ്പിഫൈ വെച്ച് നോക്കുന്ന സമയത്ത് എമൗണ്ടും വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. യൂസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇമേജസ് നമുക്ക് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതിനു മുമ്പ് ഒരു ഹോസ്റ്റിംഗറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മാനുവലി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് ഫുള്ളി ആണ്. യൂസ് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ എങ്ങനെയുള്ള വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്റ്റിംഗർ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ എമൗണ്ടും നിങ്ങൾ കേട്ടാൽ നെട്ടും നല്ല രീതിയിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പം നമ്മുടെ ഷോപ്പിഫൈയിലാണെങ്കിൽ പോലും പെർ മന്ത് നമ്മൾ മിനിമം 2000 സ്പെൻഡ് ചെയ്തിരിക്കണം. പക്ഷേ ഈ ഒരു ഹോസ്റ്റിംഗറിലാകുമ്പോൾ നമുക്ക് 1 മന്ത് 129 രൂപയ്ക്കൊക്കെ വരുന്നുണ്ട്. വെറും 129 റുപ്പീസിനൊക്കെ വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് 4 വർഷത്തേക്ക് എങ്ങാണ്ട് 6000 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറെ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഓൺലൈൻ ഇ കൊമേഴ്സ് സ്റ്റോർ വഴി സെല്ല് ചെയ്യാം, അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്രോമിൽ കയറിയിട്ടുണ്ട്. ക്രോമിൽ കയറിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഹോസ്റ്റിംഗർ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റിംഗറിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ജയൻ്റ് ഹോസ്റ്റിംഗർ സെയിൽ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അപ് ടു 80% ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ഇതിലൊരു പ്ലാൻ എടുക്കണം. പ്ലാൻ എടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ഗ്രാബ് ഡീൽ എന്ന് കൊടുത്താൽ നിങ്ങൾ പ്ലാനിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ സിംഗിൾ ഉണ്ട്, പ്രീമിയം ഉണ്ട്, ബിസിനസ് ഉണ്ട്, ക്ലൗഡ് സ്റ്റാർട്ടപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം ആണ്. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു 69 ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം ആവുന്ന സമയത്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് തന്നെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്രീമിയം പ്ലാൻ എടുക്കാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ചൂസ് പ്ലാനും എടുക്കുക. ചൂസ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടിലേക്കായിരിക്കും നമുക്ക് പോകുന്നത്. ഓക്കെ, കാർട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 6192 രൂപ കാണാമായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് സബ് ടോട്ടലാണ്. ഇതിൽ ഈ ഒരു ഇത്രയും രൂപ ഡിസ്കൗണ്ട് വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് വരുന്നത്. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് വരും. കാരണം ഷോപ്പിഫൈയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 3 മന്തിൽ തന്നെ ഈ ഒരു എമൗണ്ട് പോകും. ഇതാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 1 മന്ത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 649 രൂപയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 1 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5160 രൂപയ്ക്കുള്ളതിൽ 2628 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്. ഇപ്പം 48 മന്ത്സ് എന്ന് പറയുന്ന സമയത്ത്
4 വർഷത്തേക്കുള്ളതാണെന്ന് തോന്നുന്നു. ഓക്കെ, 4 വർഷത്തേക്കാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. 24 മന്ത്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു 2 വർഷത്തേക്കുള്ള. 2 വർഷത്തേക്ക് 4296 രൂപ വരുന്നുള്ളൂ. ഇത് വളരെയധികം ലാഭമാണ്. കാരണം 4 വർഷത്തേക്കൊക്കെ 6192 രൂപ നമ്മൾ പേ ചെയ്താൽ മതി. കുറച്ച് GSTയും കാര്യങ്ങളൊക്കെ കൂടെ വരും. GST ഒക്കെ വരുന്ന സമയത്ത് ഒരു 7000 സംതിങ് എങ്ങാണ്ട് വരും. അപ്പം ഇത് നല്ല രീതിയിൽ ലാഭമാണ്. നിങ്ങൾക്ക് എന്താണ് ബാക്കി എമൗണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏത് പ്ലാനാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഹാവ് എ കൂപ്പൺ കോഡ് എന്നുണ്ട്. ഈ കൂപ്പൺ കോഡിൽ ഞാൻ കൊടുക്കാനുള്ളൊരു കോഡ് നിങ്ങൾക്ക് ഇട്ടിരിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളതാണെങ്കിൽ ഒരു കോഡ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇതിൽ നിന്ന് തന്നെ എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇനി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഇവിടെ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഗൂഗിളിലെ സിമ്പിൾ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ID അല്ലെങ്കിൽ ഗൂഗിൾ ഇമെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, എൻ്റെ ആൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വേണമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ഇവിടെ ബില്ലിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അവർ എന്തൊക്കെയാണ് തരുന്നതെന്ന് പറഞ്ഞാൽ 48 മന്ത്സിൻ്റെ ഒരു പ്ലാൻ അവർ തരുന്നുണ്ട്. അതുപോലെ എന്താണ് 2 മന്ത് എക്സ്ട്രാ അവർ തരുന്നുണ്ട്. അതുപോലെ ഒരു ഡൊമൈൻ ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. .in എന്നുള്ള ഒരു ഡൊമൈൻ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ ഒരു ഡൊമൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ അവർ തരുന്നുണ്ട് ഫ്രീ കോസ്റ്റിൽ. നമ്മൾ GoDaddy എന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഇതിന് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഡൊമൈനിന് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതുപോലെ ഷോപ്പിഫൈയിൽ ഈ ഒരു പ്ലാൻ എമൗണ്ടും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടി വരും. ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റിംഗറിൽ ജസ്റ്റ് എന്താണ് മന്ത്ലി മീൻസ് ഒരു 4 വർഷത്തേക്കുള്ള ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മന്ത് അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രായും കിട്ടും. അതുപോലെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, www. ഇപ്പം hostinger.com, www. എന്താണ് എന്തെങ്കിലും നമ്മുടെ സ്റ്റോർ നെയിം അങ്ങനെ .com, അങ്ങനെ നമുക്ക് ഇപ്പം www.amazon.com ഇതൊക്കെ ഒരു ഡൊമൈനാണ്. അപ്പോൾ ഈ ഒരു ഡൊമൈനൊക്കെ നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ 48 മന്ത്സിന് തന്നെ എടുക്കണമെന്നില്ല, 12 മാസത്തിന് എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ഡൊമൈൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഡൊമൈൻസ് പ്രൈവസി പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതും നിങ്ങൾ എമൗണ്ട് കൊടുത്താണ് വേറെ ഇതിലൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തതിന് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ കൊടുത്തതിന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ 7306 രൂപയാണ് വരുന്നത്. GST അടക്കം ടാക്സ് അടക്കം ഈ ഒരു എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഏത് വെച്ചാണ് പേ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പേ ചെയ്യുക. ഓക്കെ, UPI കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഗൈസ് നിങ്ങളിപ്പം പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്തതിന് നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇതിന് ആൾറെഡി പ്ലാൻ എടുത്തിട്ടുള്ളൊരു ഹോസ്റ്റിംഗർ ഇതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഹോസ്റ്റിംഗറിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിലെടുത്തൊരു ഡൊമൈനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. starkids2.in എന്ന് പറയുന്നത് 2.in എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഒരു എമൗണ്ട് പോലും ചിലവാക്കിയിട്ടില്ല. ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ആ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് കിട്ടിയതാണ്. അപ്പം ഞാൻ പുതിയതായിട്ട് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡൊമൈൻ ആണെങ്കിൽ ഇവിടെ ഡൊമൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ എടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അതിനുശേഷം ഇവിടെ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വെബ്സൈറ്റ്സ് എടുക്കുക. നിങ്ങൾക്ക് ഡൊമൈൻ എങ്ങനെയാണ് എടുക്കേണ്ടത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹോസ്റ്റിംഗറിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട്. ഒരു ഹോസ്റ്റിംഗറിൽ എങ്ങനെയാണ് ഒരു സാധാ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൊമൈൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ എന്താ ഇതിൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഞാൻ നേരത്തെ മേടിച്ച വെബ്സൈറ്റ് ഇവിടെ അതുപോലെ കിടപ്പുണ്ട്. ജസ്റ്റ് ഇവിടെ ആഡ് വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ആഡ് വെബ്സൈറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോസ്റ്റിംഗർ വെബ്സൈറ്റ് ബിൽഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു തന്നത് വേർഡ്പ്രസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട. നമുക്കിവിടെ പോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വെബ്സൈറ്റ് ബിൽഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിയാണ്, വളരെയധികം ഈസിയാണ്. എന്ത് ചെയ്യും, അവർ തന്നെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അതിൻ്റെ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ഇമേജസ് കൊണ്ടിടുക, നമ്മളതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോസ്റ്റിംഗർ വെബ്സൈറ്റ് ബിൽഡറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡലായിരിക്കും ചോദിക്കുന്നത്. ലെറ്റ് AI ക്രിയേറ്റ് യുവർ വെബ്സൈറ്റ് ഫോർ യു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡ് നെയിം ചോദിക്കുന്നുണ്ട്. അപ്പം എന്താണ് നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യുന്നത്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇ ബുക്ക് സ്റ്റോർ എന്ന് കൊടുക്കുകയാണ്. ഞാനിപ്പം ബുക്കല്ല സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പം ഇ ബുക്ക് സ്റ്റോർ എന്ന് കൊടുക്കുന്നുണ്ട്. ഇ ബുക്ക് സ്റ്റോർ എന്ന് കൊടുത്തിട്ടുണ്ട്.
അടുത്തവിടെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട് എന്ത് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു ഇത് കൊടുക്കുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റഡ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയുള്ള ഒരു വെബ്സൈറ്റാണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് വി ആർ ആൻ ഇ ബുക്ക് സ്റ്റോർ, വി ഹാവ് ഇ ബുക്സ് ഓൺ ബിസിനസ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, വി വാണ്ട് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഇൻ സിംപ്ലസ്റ്റ് വേ പോസിബിൾ. ഇങ്ങനത്തെ ഒരു ഇ ബുക്ക് സ്റ്റോറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നുണ്ടാവും, ഇവിടെ നല്ല മഴ പെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ഓൺലൈൻ സ്റ്റോർ ടു മൈ സൈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ടിക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ക്രിയേറ്റ് എ വെബ്സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തതിനാൽ ഇത് 100% ആവുന്നത് വരെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഈ ഒരു മോഡലിലേക്കായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇവിടെ ക്രിയേറ്റ് അഗൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് അഗൈൻ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ പിന്നെ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് തന്നെ അവർ ഇതുപോലത്തെ അല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു മോഡലിലുള്ള ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് തരും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളർ പാലറ്റ്സ് എന്ന് കാണാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓക്കെ. സോ ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ കളർ പാലറ്റ്സ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. കളർ പാലറ്റ്സിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു കളർ വേണമെങ്കിൽ വേറെ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഈ ഒരു കളർ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഫുൾ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ലൈവിലേക്ക് പോകും. നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പേര് എഡിറ്റ് ചെയ്യണോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ലോഗോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോഗോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. റീപ്ലേസ് ഇമേജ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോ കൊടുക്കാം. അല്ലെങ്കിൽ യൂസ് എ ടു ക്രിയേറ്റ് യൂണിക് ലോഗോ എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ലോഗോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ലോഗോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇത് തന്നെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് താഴോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് വേറൊരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ജനറേറ്റ് ഇമേജ് കൊടുത്ത് നിങ്ങൾക്ക് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം വേറെ ഇമേജ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ഇമേജ് ഉണ്ട്, ഇമേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ്, മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ബുക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഇമേജ് തന്നെ ഇട്ടിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ഇമേജ് കൊടുത്താൽ അത് ചേഞ്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് അത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കണമെങ്കിൽ, ഇപ്പം ഈ ഷോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വെബ് അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പേജിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പം ഇപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് സാധനം കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഈ ഒരു മോഡലാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന രീതിയിലുള്ള കാണിച്ചു തരാം. സോ ഗൈസ്, മഴ കാരണം ജസ്റ്റ് കറണ്ട് പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഒന്നുകൂടെ പറയാം. ഞാൻ ഇപ്പോൾ ഇതിൽ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാട്സപ്പ് കോഡാണ്. അപ്പോൾ വാട്സപ്പ് കോഡ് സെല് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ മാനേജ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയാലും മാനേജ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ജസ്റ്റ് മാനേജ് പ്രൊഡക്റ്റിൽ തന്നെ ഡയറക്റ്റ് കയറി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, മാനേജ് പ്രൊഡക്റ്റ് എടുത്തു. മാനേജ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാനേജ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഇതിൽ നമ്മുടെയൊക്കെ പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് കാര്യങ്ങൾ മീൻസ് ഇപ്പോൾ നമ്മളൊരു ടോയ് കൊടുക്കുവാണെങ്കിൽ ടോയിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യത്തില്ലേ, അതുപോലെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇപ്പം എൻ്റെ ഒരു ഇമേജ് ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ക്യാൻവയിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ, കസ്റ്റം ഡിസൈൻ 1000 × 1000.
ഓക്കെ, ഞാൻ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വാട്സപ്പ് ലോഗോ. ഓക്കെ, ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നമുക്ക് വേറൊരു കളർ കൊടുക്കാം, കാണാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് ഇമേജസും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒരു ഇമേജ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് എടുക്കാം. ഇത് വീഡിയോ ആണോ? അത് വീഡിയോ മോഡലാണ്. സ്റ്റക്കായോ? ഓക്കെ, ക്രോമ സ്റ്റക്കായി ഇല്ല. ഓക്കെ, ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട്, ഇതെല്ലാം പ്രീമിയം ആണ് കേട്ടോ. പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കിട്ടത്തുള്ളൂ. അയ്യോ, അതും പോയോ? ഓക്കെ, ഓക്കെ, ഇതിൽ കളറ് ചെറിയ മാറ്റം വരുത്തണം, എങ്കിലേ കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഷോപ്പിഫൈയുടെ സിമ്പിൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് തന്നെ എടുക്കാം. ഓക്കെ, ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ ഇത്രയും സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്യുന്നത്. ഓരോ വെള്ളം വരെ കാണാനില്ലല്ലോ. നമുക്ക് കളറ് വൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് മൊത്തത്തിൽ വന്നോ? ഓക്കെ, ഓക്കെ, നമ്മളിപ്പം ഈ ഒരു മോഡലിൽ എന്ത് ചെയ്തു, ഒരു ലോഗോ ക്രിയേറ്റ് ആക്കി, ലോഗോ അല്ല സോറി, ഒരു മീഡിയ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ ജസ്റ്റ് ആഡ് മീഡിയ കൊടുത്തു, ആ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഉപയോഗിച്ച് നമ്മളെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തരുന്ന മോഡലിൽ ഉള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഞാൻ ക്രിയേറ്റ് ടെക്സ്റ്റ് കൊടുത്തുന്നു. അപ്പം അവർ ഈ ഒരു ഇമേജ് അവർ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ടൈറ്റിൽ കാര്യങ്ങളെല്ലാം അവർ തന്നെ ക്രിയേറ്റ് ആക്കി തരും. ഇപ്പം ഇതിൽ അവർ തന്നെ ഇത് ക്രിയേറ്റ് ആക്കി തന്നിട്ടുണ്ട്. വാട്സപ്പ് HTML കോഡ് ഫോർ ഷോപ്പിഫൈ, ഇൻറ്റഗ്രേറ്റ് വാട്സപ്പ് വിത്ത് യുവർ ഷോപ്പിഫൈ സ്റ്റോർ, ന്യൂ അറൈവൽ, അവർ തന്നെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. എമൗണ്ട് ഞാൻ സെല് ചെയ്യുന്നത് 99 രൂപയ്ക്കാണ്.
രൂപ ഫ്രീ അല്ല, എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കൗണ്ട് പ്രൈസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഇവിടെ ഇപ്പോൾ 199 രൂപ, ഇവിടെ 99 രൂപയ്ക്ക് ഇടുവാണെങ്കിൽ കസ്റ്റമറിന് കാണാൻ പറ്റുന്നത് 99 രൂപയ്ക്കായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസ് എന്നുള്ളൊരു മോഡലിൽ ഇടുവാണ്. ഓക്കെ, അതിന് ഇവിടെ നിങ്ങൾക്ക് SKയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേണമെന്നുള്ളവരാണെങ്കിൽ കൊടുക്കുക, ഉള്ളവരൊക്കെ ആണെങ്കിൽ കൊടുക്കുക, അല്ലാത്തവർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ട്രാക്ക് ക്വാണ്ടിറ്റി നിങ്ങൾ ഓൺ ചെയ്തിട്ട് എത്ര ക്വാണ്ടിറ്റി നിങ്ങളിൽ ഉണ്ടെന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഓർഡർ വരുന്തോറും ഇതിൽ നിന്ന് ഓരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് താഴോട്ട് പോവുക. താഴോട്ട് പോയി ഇവിടെ നിങ്ങൾക്ക് ആഡ് ഇൻഫോ സെക്ഷന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് കൊടുക്കുന്നു. നമ്മുടെ ഒരു വാട്സപ്പ് കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് കോഡ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ലിങ്ക് വിൽ അവൈലബിൾ ഫോർ എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർക്ക് ആ ഒരു ഡൗൺലോഡ് ലിങ്ക് അവർ കാണിക്കും. അത് വെച്ച് അവർക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 24 hours കൊടുക്കുവാണ്. 24 hours അവർ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, സേവ് കൊടുത്തു. ഇത്രയും സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ അകത്തൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ വ്യൂ ചെയ്ത് കാണിച്ചു തരാം. അതെങ്ങനെയായിരുന്നു? ഓക്കെ, നമുക്ക് വെബ്സൈറ്റിൽ കയറിയാലേ അത് വ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡലിൽ കാണാനായിട്ട് പറ്റും. വാട്സപ്പ് HTML കോഡ് നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആഡ് ടു ബാഗ് കൊടുത്തതിനാൽ ഈ ഒരു ഇതിൽ ആഡ് ആവും. ഇപ്പോൾ ഇത് എഡിറ്റർ സെക്ഷനാണ്. നമുക്ക് ലൈവിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റ് ബിൽഡർ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് സ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഷോപ്പിഫൈനേക്കാളും എളുപ്പമാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇപ്പം ആദ്യം തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റോറിൻ്റെ ആ ഒരു ഓവർവ്യൂ ആണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, ഗൈഡൻസ് കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നിങ്ങളിത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓർഡേഴ്സിലേക്ക് പോവാം. ഓർഡേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കും ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിന് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് നമ്മൾ ആൾറെഡി നോക്കിയത് തന്നെയാണ്. ജസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് എന്താണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എന്നുള്ള രീതിയിൽ വെക്കുന്നതാണ്. ഇത് സാധാരണ ഇങ്ങനെ ഓൺ ചെയ്തൊന്നും ഇടത്തില്ല. നമ്മളിപ്പം എന്തെങ്കിലും ഇപ്പം ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും സെയിൽസ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനത്തെയൊക്കെ അപ്പോയിൻമെൻറ്റ്സിനാണെങ്കിൽ, അങ്ങനെയുള്ള സ്റ്റോറാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ്സ് ഓൺ ചെയ്തിടാം. പിന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കൗണ്ട് കൂപ്പൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കാറ്റഗറി ഉണ്ട്, നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറയുമല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഷോപ്പിഫൈ എന്ന് പറഞ്ഞൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഷോപ്പിഫൈന് യൂസുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഇതിലായിരിക്കും, ആ ഒരു സെക്ഷനിലായിരിക്കും ഞാൻ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ സ്റ്റോർ ഡീറ്റെയിൽസ് ഉണ്ട്. സ്റ്റോർ ഡീറ്റെയിൽസ് അവിടെ സ്റ്റോറിൻ്റെ നെയിം, അതുപോലെ കറൻസി എന്താണെന്നുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ ഇൻഫർമേഷൻ്റെ കാര്യങ്ങൾ. അതിന് പേയ്മെൻറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ റേസർ പേ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മാനുവൽ പേയ്മെൻറ്റും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ കണക്ട് കൊടുത്തതിനാൽ നിങ്ങൾക്ക് റേസർ പേ കണക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മാനുവൽ പേയ്മെൻറ്റിൽ കൊടുത്തതിനാൽ നിങ്ങൾക്ക് CODയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഉണ്ട്. ഷിപ്പിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര രൂപ ഷിപ്പിംഗ് ആണെന്നുള്ള സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ചെക്കൗട്ട് ഉണ്ട്. ചെക്കൗട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ തരേണ്ടത്. അപ്പോൾ റിക്വയർഡ് ഫോൺ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. കാരണം ഫോൺ നമ്പർ എന്തായാലും അവർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്തായാലും ഒരു ഓർഡർ തരുന്ന സമയത്ത് നമുക്ക് എന്തായാലും അവരുടെ ഫോൺ നമ്പർ ആവശ്യമാണ്. അത് കഴിഞ്ഞ് അവരെന്താണ് അവർക്ക് ടേംസ് ഓഫ് കണ്ടീഷനും പ്രൈവസി പോളിസിയൊക്കെ കാണിച്ച് ടിക്ക് അടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ടേംസ് ആൻഡ് പോളിസിയുടെ ആ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഈ ലിങ്ക് എവിടെ നിന്നാണെന്ന് അറിയാമല്ലോ, നിങ്ങൾ വെബ്സൈറ്റിൽ എവിടെയാണ് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു URL പേസ്റ്റ് ചെയ്ത് ആ URL കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അടുത്തുള്ള ഇമെയിൽസ്, ടാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊടുക്കേണ്ടത് മീൻസ് വലിയ രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ഇത് കഴിയുമ്പോഴാണ് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്ന്. അപ്പം ആ ഒരു ലെവലെത്തുമ്പോൾ നിങ്ങൾ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ബിഗിനറിന് ടാക്സും കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ,
അപ്പോൾ ഈ ഒരു മോഡലിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇനി വെബ്സൈറ്റിൽ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു പ്രിവ്യൂ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും സിമ്പിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കുറച്ച് സമയമായിട്ടുള്ള ഷോപ്പിഫൈയിലാണെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗോ ലൈവ് കൊടുക്കുവാണ്. ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൊമൈനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഡൊമൈൻ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിക്കാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു സൈറ്റിലേക്ക് കയറുവാണ്. അപ്പോൾ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും അവർക്ക് സൈറ്റ് കാണാനായിട്ട് പറ്റുന്നത്. മൊബൈലിലാണെങ്കിൽ ഓക്കെ, മൊബൈലിലാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് മെനു കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് താഴോട്ട് പോവുക. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ആഡ് ടു ബാഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ടു ബാഗ് ക്ലിക്ക് ചെയ്യുക. ചെക്കൗട്ട് കൊടുക്കുക. ഓക്കെ, ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മറ്റേ പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ അപ്ലോഡ് ചെയ്തെടുത്ത സംഭവം ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവർക്ക് ലിങ്ക് അവർക്ക് വരുന്നുണ്ടാവും. അതവർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിലത്തൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. ഇതിപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കമ്പ്യൂട്ടറിലാണെങ്കിൽ ഈ ഒരു മോഡലായിരിക്കും കാണിക്കുന്നത്. ഞാൻ മൊബൈൽ വ്യൂ കാണിച്ചതെന്നേ ഉള്ളൂ, കാരണം കുറേ പേര് മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമുക്ക് അതിലൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക, എൻ്റെ ഒരു ലിങ്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ അതിന് പറ്റുന്നത്ര റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവും, ഞാൻ ഒരു ക്യാൻവ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവും. ക്യാൻവ അത് പ്രീമിയം വെർഷനാണ്. പ്രീമിയം വെർഷന് വർഷത്തിൽ 4000 രൂപ സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻവ പ്രോ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും 699 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 699 രൂപയ്ക്ക് ലൈഫ് ടൈമാണ്, നിങ്ങൾ വേറെ എമൗണ്ടോ കാര്യങ്ങളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫ് ടൈം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ക്യാൻവ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വരെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 50 വർഷം, 30 വർഷം, 10 വർഷം നിങ്ങൾക്ക് ആ ഒരു സർവീസ് എങ്ങനെയാണ് ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നത് അതുവരെ ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്നിട്ടുണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ അതിൻ്റെ ആ ഒരു വാട്സപ്പ് ലിങ്കും കൂടെ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു വാട്സപ്പിൽ കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമെയിൽ ഐ ഡി തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ആക്സസ് തരാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണ്, നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുമ്പോൾ അത് മാർക്കറ്റിംഗ് ചെയ്യാനും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയാതെ നിങ്ങൾ ഒരിക്കലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് ഇറങ്ങില്ല. ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു PDF ആണ്. ആ ഒരു PDF എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് യൂസ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്ലാനിങ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ്ഫുൾ ആണെന്നോ എന്തെങ്കിലും പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം ആവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെയിൽസ്. ബൈ.